ഇന്ത്യൻ ഐടി മേഖലയുടെ ബാക്ക്ബോണായ മാനവർ ബിസിനസ് മോഡലിന്റെ പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻ പാരഡൈം ഷിഫ്റ്റിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 4-ന് ഐടി ഇൻഡെക്സിൽ 14% ഇടിവ് രേഖപ്പെടുത്തി. ക്ലൗഡി, ഓപ്പൺഎഐയുടെ ഫ്രോണ്ടിയർ തുടങ്ങിയ ഏജന്റ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോമുകൾ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കുകൾ സ്വയം ഏറ്റെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇൻഫോസിസ്, TCS പോലെയുള്ള വമ്പൻ IT സർവീസ് കമ്പനികളുടെ സ്ട്രാറ്റജിക് റിലവൻസ് നഷ്ടപ്പെടുമെന്നുള്ളൊരു ആശങ്ക വളരെ ശക്തമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വിശാൽ സിക്ക, മുൻ ഇൻഫോസിസ് CEO ആയ അദ്ദേഹത്തിന്റെ ലോങ് വീഡിയോയുടെ ഒരു ഇൻസൈറ്റുകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് നോക്കുന്നത്. അതിലുള്ള പ്രധാനമായ ഇൻസൈറ്റുകൾ ഇവയാണ്. ഒന്ന് പറഞ്ഞാൽ AI വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ LLMs വരുന്നു, പുതിയ മോഡലുകൾ വരുന്നു, കോപൈലറ്റ് പോലെയുള്ള പ്ലഗിൻസുകൾ വരുന്നു. അത് മാർക്കറ്റില് കോഡിങ്ങിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള നോളജ് വർക്കുകൾക്ക് AI പെട്ടെന്ന് കീഴടക്കാൻ പറ്റും. അതായത് വൈറ്റ് കോളർ ജോബ് പോലെയുള്ള ജോബുകൾ. അപ്പൊ ഒരു ഗുഡ് ന്യൂസ് എന്താ വെച്ചാല് ഇപ്പൊ എന്റർപ്രൈസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന വലിയ കമ്പനികളിൽ ഈ മാറ്റം പെട്ടെന്ന് സംഭവിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ IT സർവീസ് കമ്പനികളെല്ലാം പരമ്പരാഗതമായ പല ബാങ്കുകൾ പോലെയുള്ള ഇൻഷുറൻസ് മേഖലയിലുള്ള ക്ലയൻസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ നമ്മൾ ലെഗസി സിസ്റ്റംസ് ആണ്. അത് IBM മെയിൻ ഫ്രെയിം പോലെയുള്ള സോഴ്സ് കോഡിൽ എഴുതിയതാണ്. അത് എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. അതിന് അറിയുന്ന ആൾക്കാര് കുറവാണ്. ആ ബാക്ക് ലോജിക്കുകളെല്ലാം പെട്ടെന്ന് ഒരു AIക്ക് വന്നിട്ട് ഒരു ദിവസം മാറ്റപ്പെടും പിന്നെ ഇപ്പോ ഈ വിശാൽ സിക്ക അദ്ദേഹത്തിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് 2006 സ്റ്റാൻഫോർഡിൽ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു ടീം ഓട്ടോണോമസ് കാർ നിർമ്മിച്ചിരുന്നു, സെൽഫ് ഡ്രൈവിംഗ് കാർ. പക്ഷെ ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം വേമോ പോലെയുള്ള കമ്പനികൾ ഏകദേശം 15 മില്യൺ ജേണി പൂർത്തിയാക്കി. എന്നിട്ടും ഇപ്പോഴും ടാക്സി വിപണിയിലെ വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല. IT മേഖലയുടെ മാറ്റങ്ങളും ഇത്തരത്തിലെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പൈപ്പ് ലൈനിലൂടെ വളരെ സ്ലോലി ആണ് നടക്കാൻ സാധ്യതയുള്ളത്. അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു ആശങ്ക വളരെ പ്രസക്തമാണ്. നമ്മുടെ മാനവർ മോഡലിന്റെ ഒരു അന്ത്യമാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. AI നൽകുന്ന ഉൽപാദനക്ഷമതയിലുള്ള വർധനവാണ് അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത്. മുമ്പ് ഒരു 15 പ്രൊഫഷണലുകൾ ചേർന്ന് 9 മാസം കൊണ്ട് പൂർത്തിയാക്കിയ ഒരു വെബ് പ്രൊജക്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു സ്റ്റാൻഫോർഡ് വിദ്യാർത്ഥി വെറും 14 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് റീക്രിയേറ്റ് ചെയ്തു. ആ ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഏകദേശം 100 മടങ്ങ് 100% വർധനമാണ് ശരിക്കും. ഇവിടെയാണ് നമ്മുടെ IT കമ്പനികൾ, മാനവർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന IT കമ്പനികൾ നേരിടുന്ന യഥാർത്ഥ ത്രെട്ട്. നമ്മുടെ എഫേർട്ട് 20 മുതൽ 100% വരെ കുറയുമ്പോൾ ജോലി ചെയ്യുന്ന സമയത്തിന് പണം ഈടാക്കുന്ന ഒരു മാനവർ ബില്ലിംഗ് രീതിയില്ലേ, അത് തകരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ AI ഫണ്ടമെന്റൽസ് നമ്മൾ ജസ്റ്റ് AI ടൂളിൽ ഇപ്പോൾ ChatGPT, Gemini എല്ലാം യൂസ് ചെയ്ത് ജസ്റ്റ് ഒരു ചാറ്റ് ചെയ്ത് എന്റെ കാര്യങ്ങൾ നേടുന്നതല്ലാതെ അതിന്റെ കോർ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കറക്റ്റ് പ്രോംപ്റ്റ് ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലാക്കി ആ രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഒരു കോഡർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ നിന്ന് ഒരു ഇന്നോവേറ്റർ എന്ന രീതിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പലരും ഒരു ജൂനിയർ ലെവൽ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുക. നമ്മൾ ഇന്ന് റിക്വയർമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ പ്രോട്ടോടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ കോഡ് ചെയ്യുകയും അത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്യുന്ന രീതി. അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കുന്ന ആ ഒരു സമ്പ്രദായം മാറിയിട്ട് നമ്മൾ ഒരു ഇന്നോവേറ്റർ എന്നുള്ള രീതിയിലേക്ക് മാറണം. അപ്പോൾ ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആൾക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ AI ഏജന്റുകൾ ഉപയോഗിച്ച് അവരെ എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഒരു പാത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ AI എനാബിൾഡ് ഇന്നോവേറ്റർ ആകും. അപ്പൊ നമ്മൾ ലക്ഷക്കണക്കിന് ഡോളറിന്റെ ജോലി മിനിറ്റുകളിലേക്ക് ചുരുങ്ങുമ്പോൾ IT ജീവനക്കാർ അവരുടെ എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് ക്രിയേറ്റർമാരായിട്ട് മാറണം. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ ഏജന്റുകൾക്ക്
പുതിയ സോഫ്റ്റ്വെയർ ഇന്റർഫേസുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്റർപ്രൈസ് ലോകത്തെ സങ്കീർണമായ സ്കീമ, ബാക്ക് ബോൺ സിസ്റ്റം ഇപ്പോഴും അത് മനുഷ്യന്റെ ഒരു ഇടപെടൽ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഇവിടെയും. നമ്മുടെ ബിസിനസ് റൂൾസ് എന്നാണ് ഇതിൽ പറയപ്പെടുക. ബിസിനസ് റൂൾസ് മനുഷ്യർക്ക് അറിയുള്ളൂ. മനുഷ്യർക്ക് ഇത് എഐയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് റീറൈറ്റ് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. ഒരു ഉദാഹരണമായിട്ട് കാണിക്കപ്പെടുന്നത്, പണ്ട് നമ്മൾ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഐഫോണും എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മിനിറ്റുകൾക്കകം ഫോട്ടോ എടുക്കാം, ഫോട്ടോ പ്രിന്റ് ചെയ്യാം. അതെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ ടെക്നോളജി നമ്മളെ സഹായിച്ചു. ഇതേ മാറ്റമാണ് IT സേവനങ്ങളിലും സംഭവിക്കുന്നത്. നമ്മളൊരു സോഫ്റ്റ്വെയറിനെ പല ലെയർ ആക്കി തിരിക്കുകയാണെങ്കിൽ അതിലെ പ്രധാനമായ ഒരു ലെയറാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്, ഇന്റർഫേസ് UI ലെയർ. ഈ മേഖല ഏകദേശം ഏജന്റ്സ് പൂർണ്ണമായും കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതില് നമ്മൾ മനുഷ്യന്റെ ഒരു പ്രസക്തി കുറയുകയാണ്. പിന്നെ വരുന്നത് ബാക്ക് ബോൺ സിസ്റ്റമാണ്. ഇപ്പൊ നമ്മളൊരു ബാങ്കിങ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 10-20 സിസ്റ്റങ്ങൾ കൂടിയിട്ട് ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. അത് അവിടെ തന്നെ നിലനിൽക്കും. അത് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. ടൈം എടുത്ത് മാറ്റാനേ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ നമ്മളെ ട്രാൻസ്ഫോർമേഷൻ വർക്കാണ് മെയിൻ ആയിട്ട് വരിക. ഈ ഏജന്റുകളെയും ഈ പഴയ ലെഗസി സിസ്റ്റങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ IT കമ്പനികൾ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയി കാണുന്നത്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മളും കാണേണ്ട ഒരു കാര്യം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അനുസരിച്ചാണ് നമ്മുടെ പുതിയ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം ഊന്നി പറയുന്നത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിൽ നമ്മളത് ഉൾക്കൊണ്ടേ കഴിയൂ. ഫൈനൽ ടേക്ക് അവേ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയിൽ മുന്നോട്ടുള്ള 3 വഴികളാണ്. നമ്മൾ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുക, എയുടെ കേവല ഉപയോഗത്തിനപ്പുറം അതിന്റെ അടിസ്ഥാന പ്രവർത്തന രീതി മനസ്സിലാക്കുക, ഇന്നവേറ്റർ ആവുക, ആവർത്തന ജോലിയെല്ലാം നമ്മൾക്ക് എഐക്ക് വിട്ടു നൽകിയിട്ട് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ക്രിയേറ്റർമാരായിട്ട് സ്വയം മാറുക.